ഈ ഡിസൈനും ബ്രാൻഡിങ്ങും പേരും ലോഗോയും സ്ലോഗനും ഇതൊക്കെ കോപ്പി അടിച്ച് പോകുന്ന സമയത്ത് എളുപ്പത്തിൽ കോപ്പി അടിക്കാൻ പറ്റാത്തൊരു സംഗതിയുണ്ട്. അത് കൾച്ചറാണ്. എന്തുകൊണ്ടാണെന്ന് പറയാം. കൾച്ചറിന്റെ ഏറ്റവും പെട്ടെന്ന് നമ്മളെ ശ്രദ്ധയിൽപ്പെടുന്ന ഒരു ഭാഗം എന്ന് പറയുന്നത് എംപ്ലോയീസിന്റെ ബിഹേവിയറാണ്, അല്ലെങ്കിൽ ടീമിന്റെ ബിഹേവിയറാണ്, പെരുമാറ്റം പെട്ടെന്ന് ട്രെയിൻ ചെയ്തെടുക്കുന്ന ഒരു സംഗതിയാണ്, ആളുകൾ കോപ്പി അടിക്കുന്ന ഒരു സംഗതിയാണ്. പക്ഷെ പെരുമാറ്റം മാത്രമല്ല കൾച്ചർ. പെരുമാറ്റം എത്ര ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാലും ഇതിന്റെ അടിത്തട്ടിലുള്ള കുറെ കാര്യങ്ങൾ എങ്ങനെയെങ്കിലും പുറത്ത് ചാടും. അത് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. പെരുമാറ്റം, ഒരു പ്രത്യേക വാല്യൂ ഉള്ള ആളുകൾ ഒരു പ്രത്യേക പെരുമാറ്റം കാണിക്കും. വാല്യൂവിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് പെരുമാറ്റം ഉണ്ടാവും. അതല്ലാതെ കുറെ മിലിറ്ററി ട്രെയിനിങ് കൊടുത്തിട്ട് ഒരു പ്രത്യേക പെരുമാറ്റം കാണിക്കാം, പക്ഷെ വാല്യൂ അവിടെ ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് വേറിട്ട് നിൽക്കും. ഈ വാല്യൂവിനും പുറകിലൊരു സംഗതിയുണ്ട്. ചില ബിലീഫുകളിൽ നിന്നായിരിക്കും ചിലർക്ക് ചില വാല്യൂ ഉണ്ടാവുന്നത്. ആ വാല്യൂവിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് അവരുടെ ബിഹേവിയർ ഒരു പ്രത്യേക രീതിയിലായിരിക്കും. ഇപ്പോൾ കസ്റ്റമേഴ്സ് പരിഗണന അർഹിക്കുന്നു എന്നുള്ള ബിലീഫ് ഒരു ബിലീഫാണ്. ആ ബിലീഫിന്റെ അടിസ്ഥാനത്തിലാണ് ഒരാൾക്ക് പരിഗണന എന്നുള്ള വാല്യൂ ഡെവലപ്പ് ആയിട്ടുള്ളത്, അയാളുടെ വർത്തമാനത്തിൽ, അയാളുടെ പെരുമാറ്റത്തിൽ, അയാളുടെ ജസ്റ്റേഴ്സിലൊക്കെ പരിഗണന ഉള്ളത് എങ്കിൽ ദാറ്റ് ഫീൽസ് ഡിഫറെന്റ്. അതേസമയത്ത് എംപ്ലോയീസിന്റെ പണി കസ്റ്റമേഴ്സിന് പരിഗണന കൊടുക്കലാണ് എന്ന ബിലീഫിന്റെ അടിസ്ഥാനത്തിലാണ് ഒരാൾ ആ വാല്യൂ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്, ഒരാൾ അയാളുടെ ജസ്റ്റേഴ്സിലൂടെ, വാക്കുകളിലൂടെ ഒക്കെ കസ്റ്റമേഴ്സിന് പരിഗണന കൊടുക്കുന്നത് എങ്കിൽ ദാറ്റ്സ് എ ഡിഫറെന്റ് തിങ്. ഇത് രണ്ടും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. ആളുകളെ ഹയർ ചെയ്യുന്ന സമയത്ത് പലപ്പോഴും ശ്രദ്ധിക്കുക ഈ ബിഹേവിയർ ആയിരിക്കും. പക്ഷെ ഈ ബിലീഫ് വളരെ ഡിഫറെന്റ് ആണ് എന്നുള്ളതുകൊണ്ട് തന്നെ കൾച്ചർ കോപ്പി അടിക്കാൻ പറ്റില്ല, വളരെ പ്രയാസമാണ്. ബിഹേവിയർ കോപ്പി അടിക്കാൻ പറ്റും, പക്ഷെ അണ്ടർലൈൻ ബിലീഫുകൾ പെട്ടെന്ന് കാണാൻ പറ്റുകയില്ല, പെട്ടെന്ന് റെപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. ബിലീഫ് ഫേക്ക് ചെയ്യാൻ എളുപ്പമല്ല. വേറൊരാളുടെ ബിലീഫ് എനിക്ക് കോപ്പി അടിക്കാൻ പറ്റില്ല. അത് ബിലീഫാണ്, അത് വിശ്വസിക്കുന്ന കാര്യമാണ്. ഞാൻ കോപ്പി അടിച്ചാലും ഞാൻ വിശ്വസിക്കാതെ ഒരു സാധനം അവിടെ നിന്ന് എടുത്തുകൊണ്ട് വരികയാണ്, ഞാൻ അതെപ്പോഴും വിശ്വസിക്കുന്നില്ല, അതിനെ ഇമിറ്റേറ്റ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. അതുകൊണ്ട് ബിഹേവിയർ കോപ്പി അടിക്കുന്ന പോലെ ബിലീഫ് കോപ്പി അടിക്കാൻ പറ്റില്ല. ഈവൻ വാല്യൂസ് വളരെ സിമിലർ ആണെങ്കിൽ പോലും, അതായത് കൺസിഡറേഷൻ, പരിഗണന എന്നുള്ള വാല്യൂ ആണെങ്കിൽ പോലും അതിന് പുറകിലുള്ള ബിലീഫ് ചിലപ്പോൾ രണ്ട് കമ്പനികളിലെ എംപ്ലോയീസിന് രണ്ടായിരിക്കും. അപ്പോൾ അവിടെ കൾച്ചറിൽ ഒരു ഡിഫറൻസ് കസ്റ്റമേഴ്സിന് ഫീൽ ചെയ്യും. അപ്പോൾ ഡിസൈൻ കോപ്പി അടിക്കുന്ന പോലെ മറ്റ് കമ്പനികളുടെ മറ്റെന്തെങ്കിലും ആസ്പെക്റ്റുകൾ കോപ്പി അടിക്കുന്ന പോലെ എളുപ്പത്തിൽ കോപ്പി അടിക്കാൻ പറ്റാത്ത, അതുകൊണ്ട് തന്നെ ഏറ്റവും യുണീക്ക് ആയിട്ടുള്ള ഒരു സെല്ലിംഗ് പോയിന്റ് ആയിട്ട് മാറാൻ പറ്റുന്ന ഒരു സംഗതിയാണ് കൾച്ചർ എന്ന് പറയുന്നത്.